ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് രാംകുമാർ എന്ന് പറഞ്ഞ ഒരു ആളെ അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഈ സംഭവം നടക്കുന്നത് കൃഷ്ണഗിരി കുമരംപേട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഉണ്ടെങ്കിൽ മുരുകേശൻ, 55 വയസ്സുള്ള മുരുകേശൻ തൻ്റെ മോന് വേണ്ടി ഉണ്ടെങ്കിൽ കല്യാണാലോചന നടത്തുകയായിരുന്നു. മുരുകേശൻ്റെ മോൻ രാമകുമാറിനുണ്ടെങ്കിൽ 30 വയസ്സായി, 4-5 വർഷമായിട്ട് പെണ്ണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്നും സെറ്റായി വരുന്നില്ല. ചില സമയങ്ങളിൽ പെണ്ണ് സെറ്റായ ഫാമിലി ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ഫാമിലി പെണ്ണ് സെറ്റായ ജാതകം കറക്റ്റായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ മോൻ്റെ കല്യാണം നടക്കാതെ കുറേ നാളായിട്ട് നീണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരുടെ അടുത്ത ഗ്രാമത്തിൽ തന്നെ ഒരു പെണ്ണുണ്ട്, സുജാത എന്ന് പറഞ്ഞൊരു പെണ്ണാണ്. ആ പെണ്ണുമായിട്ട് എല്ലാ കാര്യവും സെറ്റായി പോകുന്നത്. സോ ഇവർക്കുണ്ടെങ്കിൽ ഭയങ്കര സ്ത്രീധനം വാങ്ങുന്നില്ല, അതിനൊന്നും താല്പര്യമൊന്നുമില്ല. ഇവർ തന്നെ ഭയങ്കരമായിട്ട് വലിയ പണമുള്ള കുടുംബം തന്നെയാണ്. ഈ രാംകുമാർ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാളുകൊണ്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് പൈസയ്ക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അവർക്ക് വേണ്ട നല്ലൊരു പെണ്ണിനെ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കല്യാണം കഴിയുകയും ചെയ്തു. കല്യാണം നടക്കുന്ന ഒക്ടോബർ 2, 2023 അങ്ങനെ അത് കഴിഞ്ഞ് സന്തോഷമായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു വർഷം ആകുമ്പോഴത്തേക്കാണ് ജൂൺ 30, 2024 രാവിലെ ഉണ്ട് ഇതേ കണക്ക് സുജാത വീടിൻ്റെ വെളിയിൽ വന്നിട്ട് നാട്ടുകാരെ എല്ലാം വിളിക്കുകയാണ്. അതോടെ തന്നെ ആ കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നാട്ടുകാർത്തെല്ലാം പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ ആരോ കൊന്നു, എൻ്റെ ഭർത്താവ് അകത്ത് ചോരയെ കുളിച്ച് കിടക്കുവാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട നാട്ടുകാരെല്ലാം ഓടി അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് രാംകുമാർ ഇതേ കണക്ക് ചോരയെ കിടക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടുകൊണ്ട് നാട്ടുകാർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആ കുട്ടിയെ സമാധാനിപ്പിക്കണമെന്നും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ ഉള്ളവർ പോലീസിനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്തു. അങ്ങനെ പോലീസ് വന്ന് കാര്യങ്ങളെല്ലാം നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ രാംകുമാറും ഭാര്യയും മാത്രമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. സോ ഈ രാംകുമാറിൻ്റെ ഭാര്യ പറഞ്ഞത് വെച്ച് ആരോ വന്ന് കൊന്നിട്ട് പോയതെന്നുള്ള ഒരു വിവരം മാത്രമേ അറിയത്തുള്ളൂ. സോ രാംകുമാറിൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നടന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് കണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. ആ സമയത്താണ് രാംകുമാറിൻ്റെ ഭാര്യ പറയുന്നത്, ഞാനും അദ്ദേഹം വേറെ റൂമിലാണ് കടന്നുറങ്ങിയത്. രാവിലെ എന്നത്തെയും പോലെ തന്നെ എണ്ണിച്ച് അദ്ദേഹത്തിന് പാല് കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് കണ്ടതെന്നാണ് പറഞ്ഞത്. സോ ഇത് കേട്ടപ്പോൾ പോലീസിന് കുറച്ച് ഡൗട്ടായി. ഇവർ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകളെ ആയുള്ളൂ. ആ സമയത്ത് തന്നെ ഇവരുണ്ടെങ്കിൽ ഇങ്ങനെ മാറിക്കിടക്കുന്നത് ഇവർക്കൊരു ഡൗട്ട് പോലെ തോന്നി. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതേ കണക്ക് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പോലീസിനുണ്ടെങ്കിൽ സുജാതയുടെ മേൽ കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങി. സുജാതയാണോ ഇനി എന്തെങ്കിലും ചെയ്തതെന്നുള്ളൊരു ഡൗട്ട് വരാൻ തുടങ്ങി. അതിനെ തുടർന്നുണ്ടെങ്കിൽ അവളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പിന്നെയും ഫെർദറായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് സുജാതയുടെ അടുത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും കിട്ടുന്നത്. ഇവരുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ സുജാത ഉണ്ടെങ്കിൽ രാംകുമാറിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചുമ്മാ എല്ലാ കാര്യങ്ങൾക്കും ദേഷ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. സോ രാംകുമാറിന് എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്തോ പ്രശ്നമൊന്നും അറിയാത്തിരിക്കുന്ന ഒരു സമയമാണ്. അതോടെ തന്നെ ഇവർക്ക് സെക്ച്വലി ഇൻവോൾവ് ആവാൻ രാംകുമാർ തന്നെയാണ് വന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് 1-2 വട്ടമൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും അടിയാണ്. സോ രാംകുമാറിന് എന്തോ ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാതെ ഇരിക്കുന്ന സമയം കൂടെ ആയിരുന്നു. സോ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് തൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് താൻ കണ്ടുപിടിക്കണമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അതിനെ തുടർന്ന് അവരുടെ ആ സുജാതയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും നാട്ടുകാരുടെ അടുത്തും എല്ലാം ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ഒരു കാര്യം മനസ്സിലാക്കി, സുജാതയ്ക്കുണ്ടെങ്കിൽ വേറെ ഒരാളുമായിട്ട് ഇഷ്ടമുണ്ടെന്നൊരു കാര്യം. അതെ, താൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ തൻ്റെ സീനിയർ ആയിരുന്ന ഒരാളുമായിട്ട് ഇഷ്ടത്തിലാണ്. അവൻ്റെ പേര് ഗണേശ് എന്ന ഒരാളായിരുന്നു. സോ അവരും ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കല്യാണ ആലോചന വന്നതും. സുജാത ഉണ്ടെങ്കിൽ പലവട്ടം അവരുടെ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് കല്യാണത്തിൽ താല്പര്യമില്ല, എനിക്ക് ഗണേശിൻ്റെ കൂടെ പോകാനാണ് താല്പര്യമാണ്. പക്ഷേ വീട്ടുകാരുണ്ടെങ്കിൽ അതിനെ സമ്മതിക്കുന്നില്ല. കാരണം അവനുണ്ടെങ്കിൽ പ്രത്യേക വേറൊരു ജാതിയിലായിരുന്നു. അതോടെ തന്നെ അവന് ഭയങ്കരമായിട്ട് പൈസയും അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അവനെ കല്യാണം കഴിപ്പിക്കാൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വീട്ടുകാർ തർപ്പിച്ച് പറഞ്ഞു. അതിനെ തുടർന്ന് ഭീഷണിയൊക്കെ ചെയ്തു. അങ്ങനെയാണുണ്ടെങ്കിൽ സുജാത ഉണ്ടെങ്കിൽ എനിക്ക് രാംകുമാറിനെ കല്യാണം കഴിക്കുന്നത്. സോ ഈ കാര്യങ്ങൾ രാംകുമാർ അറിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ആദ്യമേ വിശ്വസിക്കാതെ തൻ്റെ ഭാര്യയുടെ അടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെന്ന് ചോദിക്കുകയാണ് ആദ്യമേ. സോ ആ സമയത്തുണ്ടെങ്കിൽ സുജാതയ്ക്ക് കുറച്ച് ആശ്വാസമായി, തൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ താൻ പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലോ എന്നൊരു കാര്യം. സോ അതിനെ തുടർന്നുണ്ടെങ്കിൽ സുജാത പറയുന്നുണ്ട്, എനിക്ക് അവനോട് ജീവിക്കാനാണ് താല്പര്യം, എന്നെ സോ വെറുതെ വിടണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ രാംകുമാർ ഉണ്ടെങ്കിൽ അതിന് റെഡി ആയിട്ടില്ല. അവളുണ്ടെങ്കിൽ എത്ര അവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാലും ശരി, അവനുണ്ടെങ്കിൽ അവളോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്, അവളോട് തന്നെ ജീവിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതോടെ മാത്രമല്ല അവർ താമസിക്കുന്ന ഒരു വില്ലേജിലാണ്. സോ അവിടെയുള്ള ആൾക്കാർ എന്ത് പറയുന്നുള്ളൊരു ടെൻഷനും അതൊക്കെ വിചാരിച്ചിട്ട് അവരുടെ ഒരുമിച്ച് തന്നെ താമസിക്കുന്ന ഒരു തീരുമാനം അവർ എടുക്കുകയാണ്. പക്ഷേ സുജാത ഉണ്ടെങ്കിൽ അതിന് റെഡിയല്ല, താനുണ്ടെങ്കിൽ ഗണേശിൻ്റെ കൂടെ മാത്രമേ ജീവിക്കത്തുള്ളൂ എന്ന് തുറന്നു പറയുകയും ചെയ്തു. പക്ഷെ എന്നിട്ട് പോലും രാംകുമാർ വിടാൻ തയ്യാറായില്ല. താൻ
ജീവിക്കുന്ന അവളോട് മാത്രമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവളുടെ അടുത്ത് പിന്നെയും പിന്നെ നിന്ന് സംസാരിക്കുക, അതോടെ തന്നെ സെക്ഷലി ഇൻവോൾവ് ആവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതങ്ങനെ കുറേ നാളുകൾ പോവുകയും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുണ്ട് ഈ ഒരു ദിവസം സുജാത ഇതേ കണക്ക് വീട്ടിൽ നിന്ന് ഓടി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓടി ചെല്ലുന്നത് ഗണേശിൻ്റെ അടുത്താണ്. അങ്ങനെ ഗണേശിൻ്റെ അടുത്ത് ചെന്നുള്ള കാര്യം രാംകുമാറിന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രാംകുമാർ ഉണ്ടെങ്കിൽ ഈ സുജാതയുടെ അച്ഛനെയും അമ്മയും വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. തൻ്റെ മോളുണ്ടെങ്കിൽ ഇതേ കണക്ക് കാമുകനായിട്ട് പോയേക്കുവാണ് കല്യാണം കഴിഞ്ഞിട്ടെന്നുള്ളൊരു കാര്യം. ഇത് കേട്ടപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടൊരു ദേഷ്യമാണ് വരുന്നത്. കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് അവളുണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള കാര്യം ചെയ്യുന്നല്ലോ എന്ന് കേട്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവളെ ചെന്ന് ആ വീട്ടിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുവന്ന് രാംകുമാറിൻ്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് സുജാത പലവട്ടം ഈ രാംകുമാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് ഡിവോഴ്സ് ചെയ്യാം അങ്ങനെയുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രാംകുമാർ ഉണ്ടെങ്കിൽ കേൾക്കാൻ തയ്യാറാവുന്നില്ല. നമ്മൾ ഒരുമിച്ചേ ജീവിക്കുന്നുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ശരിയായിക്കോളാം പറയുന്നത്. അങ്ങനെ കുറച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സുജാതയ്ക്ക് രാംകുമാറിനുള്ള ഭയങ്കരമായിട്ട് ദേഷ്യം കൂടി വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുജാത തീരുമാനിക്കുന്നത് രാംകുമാർ ജീവനോട്ടിരിക്കുന്നിടത്തോളം കാലം എനിക്കുണ്ടെങ്കിൽ വേറെ ഒരു കല്യാണമോ അല്ലെങ്കിൽ എനിക്ക് ഗണേശിൻ്റെ കൂടെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ലെന്നൊരു തീരുമാനം എടുക്കുകയാണ്. സോ അതിനെ തുടർന്ന് അവനെ കൊല്ലാനുള്ളൊരു പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂൺ 29 ഇവർ പ്ലാൻ ചെയ്യുന്നത് അവനെ തട്ടാനുള്ള പ്ലാൻ. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ജൂൺ 29 നൈറ്റ് ഉണ്ടെങ്കിൽ ഇതേ കണക്ക് രാംകുമാർ ബിസിനസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കടന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. ആ സമയത്തുണ്ടെങ്കിൽ സുജാത ഇതേ കണക്ക് കാമുകനെ വിളിക്കുന്നുണ്ട്. കാമുകൻ ആ സമയത്ത് വീടിൻ്റെ വെളിയിൽ തന്നെയാണ് നിന്നുകൊണ്ടിരുന്നത്. അവൻ്റെ കൂടെ അവൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. സോ രണ്ടുപേർക്കും വേണ്ടി അവൾ കതവ് തുറന്നു കൊടുത്ത് അവർ 3 പേരും കൂടെ ചേർന്ന് അവൻ്റെ രാംകുമാറിൻ്റെ റൂമിലേക്ക് പോവുകയും അതിനുശേഷം ഉണ്ടെങ്കിൽ ഈ ഗണേഷ് ഉണ്ടെങ്കിൽ തലയാണ എടുത്ത് ഈ രാംകുമാറിൻ്റെ മുഖത്ത് വെച്ച് മൂടുകയാണ് ചെയ്യുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ രാംകുമാറിന് ശ്വാസമൊന്നും കിട്ടുന്നില്ല. അതേ സമയത്തുണ്ടെങ്കിൽ കൂടെ വന്ന ഫ്രണ്ട് ഉണ്ടെങ്കിൽ പാവാടയുടെ ഒരു വള്ളി പോലത്തെ ഉണ്ടായിരുന്നു. അതെടുത്തുണ്ടെങ്കിൽ അവൻ്റെ കഴുത്തിൽ മുറുക്കി ഭയങ്കരമായിട്ട് ഞെരുക്കുകയാണ് ചെയ്യുന്നത്. രാംകുമാറിന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഇവർക്ക് വിചാരിച്ച കണക്കുണ്ടെങ്കിൽ അവനെ കൊല്ലാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരൊരു കത്തി പോലെ കൊണ്ടുവന്നിരുന്നു. അതിട്ട് അവനെ ഭയങ്കരമായിട്ട് വെട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴുത്തി ഒരു ആഞ്ഞ് വെട്ടി അതിൽ തന്നെ അവൻ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. സാധാ രീതി അവർ വന്നപ്പോൾ വിചാരിച്ചത് അവനെ കഴുത്തി ഞെരിച്ച് കൊല്ലാമെന്നുള്ള തീരുമാനത്തിലാണ് വന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവനെ ഉണ്ടെങ്കിൽ വെട്ടിക്കൊല്ലേണ്ട ഒരു തീരുമാനമാണ് എടുക്കുന്നത്. സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ അവരെല്ലാം അവിടുത്തെ ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്തതിന് ശേഷം അവിടുന്ന് വെളിയിൽ പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഈ സുജാതയുടെ നാടകം തുടങ്ങുന്നത്. അവളുണ്ടെങ്കിൽ രാവിലെ എന്നത്തെ പോലെ എണീക്കുന്ന കണക്ക് പോയി അടുക്കളയിൽ നിന്ന് പാലെല്ലാം ചൂടാക്കി കൊണ്ടുവന്ന് അവിടെ തറയിട്ടതിന് ശേഷം നാട്ടുകാരുടെ അടുത്തെല്ലാം ചെന്ന് ഇതേ കണക്ക് പറയുകയാണ് തൻ്റെ ഭർത്താവ് ഇതേ കണക്ക് മരിച്ചു കിടക്കുന്നു. അതിന് ശേഷമാണ് പോലീസ് വന്നത്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടന്നതും. ഇതിനെപ്പറ്റി ഇത്രയും മാത്രം അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ന്യൂസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ശിക്ഷ കിട്ടിയെന്നുള്ളത് ഇതുവരെ വെളിയിൽ വന്നില്ല. അവർ തന്നെ കേസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ കിട്ടിയുള്ള എല്ലാ ഡീറ്റെയിൽസ് വെച്ച് അവർക്ക് ജീവപര്യന്തം കിട്ടാനുള്ള സാധ്യതയാണ് അധികമെന്ന് പറയുന്നത്.